ഇവിടെ നമ്മുടെ MLA വിജയിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കിഴക്കമ്പലം കൂടാതെ എഴിപ്പുറത്ത് ഐക്യനാടും മഴുവന്നൂരിനും കുന്നത്തുനാടിനുമായിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. നമസ്കാരം. ഈ ഇലക്ഷൻ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിയെ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന NDA അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇല്ല എന്നുള്ളത് തന്നെ പറയാം. കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇന്ന് NDA ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ MLA വിജയിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കിഴക്കമ്പലം കൂടാതെ എഴിപ്പുറത്ത് ഐക്യനാടും മഴുവന്നൂരിനും കുന്നത്തുനാടിനുമായിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അതുകൂടാതെ മോനിപ്പള്ളിയില് പുത്തൻകുരിശിനും പൂത്രയ്ക്കും തിരുവാണിയൂരിനും വേണ്ടി വേറൊരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അങ്ങനെ 3 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുന്നതോടുകൂടി ഈ കുന്നത്തുനാടിന്റെ ചരിത്രം മാറും. നമ്മുടെ NDA ഓരോ വീട്ടമ്മമാർക്കും ഒരു മാസം 2500 രൂപ വീതം 30,000 രൂപയുടെ കാർഡ് അവരുടെ പലചരക്ക് സാധനങ്ങൾ മേടിക്കാനും മരുന്ന് മേടിക്കാനായിട്ടും NDA സർക്കാർ നിലവിൽ വന്നാൽ തരുമെന്ന് പറയുന്നു. അതുകൂടാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് 50% സബ്സിഡി നൽകുമെന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഓരോ വീട്ടമ്മമാർക്കും സന്തോഷത്തോടെ 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് ഓരോ വർഷവും നൽകും. ഇതിനെല്ലാം പുറമെ തൊഴിലില്ലായ്മ കൊണ്ട് രൂക്ഷമായിരിക്കുന്ന കേരളത്തില് ഓരോ തൊഴിലിനും ഓരോ സംരംഭകനും 1 ലക്ഷം രൂപ വീതം സബ്സിഡി നൽകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കപ്പെടും. ഇനി 70 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും 3000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും. ഓരോ ഗ്രഹനാഥയ്ക്കും 3000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും. ഓരോ വിധവകൾക്കും 3000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇവിടെ നമ്മുടെ MLA വിജയിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കിഴക്കമ്പലം കൂടാതെ എഴിപ്പുറത്ത് ഐക്യനാടും മഴുവന്നൂരിനും കുന്നത്തുനാടിനുമായിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അതുകൂടാതെ മോനിപ്പള്ളിയില് പുത്തൻകുരിശിനും പൂത്രയ്ക്കും തിരുവാണിയൂരിനും വേണ്ടി വേറൊരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അങ്ങനെ 3 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുന്നതോടുകൂടി ഈ കുന്നത്തുനാടിന്റെ ചരിത്രം മാറും. ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷ 100% ഉറപ്പാക്കും. നമ്മുടെ കിഴക്കമ്പലം മോഡലില് എല്ലാ കോളനികളും പുനരുദ്ധരിക്കപ്പെടണം.